ലോകം മുഴുവൻ ഏറെ ഉദ്യോഗത്തോടെ കാത്തിരുന്ന ഒരു നിർണായക നിമിഷത്തിനാണ് 2026 ജൂൺ മാസം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അമേരിക്കൻ ഐക്യനാടുകളും ഇറാനും തമ്മിൽ നിലനിന്നിരുന്ന കടുത്ത ശത്രുതയ്ക്കും യുദ്ധസമാനമായ സാഹചര്യങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് ഒരു ഡിജിറ്റൽ സമാധാന ഉടമ്പടി യാഥാർത്ഥ്യമായിരിക്കുന്നു. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും തമ്മിലാണ് ഈ ചരിത്രപരമായ ഉടമ്പടിയിൽ ഡിജിറ്റലായി ഒപ്പുവെച്ചത്. ആഗോള രാഷ്ട്രീയത്തിലും സമ്പദ് വ്യവസ്ഥയിലും വൻ ചലനങ്ങളാണ് ഈ തീരുമാനം ഇതിനോടകം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് ട്രംപിന്റെ സ്വന്തം പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ ഈ ഉടമ്പടിയെ ചൊല്ലി വലിയ അഭിപ്രായ വ്യത്യാസങ്ങളും വിമർശനങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു കാലത്ത് അമേരിക്കയുടെ കരുത്തിന്റെ പ്രതീകമായി അവതരിക്കപ്പെട്ടിരുന്ന പല അവകാശവാദങ്ങളും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. സമാധാന ഉടമ്പടി പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങളാണ് പൊട്ടിപ്പുറപ്പെട്ടത്. ഈ ഉടമ്പടി അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടിയാണെന്നും മറിച്ച് ഇറാൻ നേടിയെടുത്ത വൻ വിജയമാണെന്നുമാണ് ഉയർന്നു വരുന്ന പ്രധാന വിമർശനം. ഐക്യരാഷ്ട്രസഭയിലെ മുൻ അമേരിക്കൻ അംബാസിഡറും മുതിർന്ന റിപ്പബ്ലിക്കൻ നേതാവുമായ നിക്കി ഹാലിയുടെ പ്രതികരണം ഈ അതൃപ്തിയുടെ ആഴം വ്യക്തമാക്കുന്നു. ഉടമ്പടി യാഥാർത്ഥ്യമായതോടെ ഇറാനിയൻ എണ്ണയ്ക്കുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം നീക്കിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അവർ തുറന്നടിച്ചത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഈ വിമർശനങ്ങളെ വളരെ തന്ത്രപരമായാണ് നേരിടുന്നത്. ഉടമ്പടി ഔദ്യോഗികമായി ഒപ്പുവെക്കുന്നതിനായി ജനീവയിലേക്ക് പോകുന്നത് അമേരിക്കൻ വൈസ് പ്രസിഡന്റായ JD വാൻസ് ആണ്. ഉടമ്പടിയിലെ വ്യവസ്ഥകൾ ഭാവിയിൽ ഇറാൻ ലംഘിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ട്രംപ് നൽകിയ മറുപടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലിയുടെ ഉത്തമ ഉദാഹരണമാണ്. ഉടമ്പടി പരാജയപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം വാൻസിനായിരിക്കുമെന്നും എന്നാൽ അത് വിജയകരമായി മുന്നോട്ട് പോയാൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും തനിക്ക് അവകാശപ്പെട്ടതാണെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അഥവാ ഇറാൻ വ്യവസ്ഥകളിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ വീണ്ടും ശക്തമായ സൈനിക ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഈ സമാധാന ഉടമ്പടിയുടെ പശ്ചാത്തലം മനസ്സിലാക്കാൻ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിന്നിരുന്ന സംഘർഷങ്ങളുടെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 2025 മെയ് മാസത്തിൽ അമേരിക്കൻ സൈന്യം ഇറാനിൽ നടത്തിയ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന സൈനിക നീക്കം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളായ ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നിവ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്തത്. ഈ ഓപ്പറേഷനിലൂടെ ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായും ഇല്ലാതാക്കിയെന്നായിരുന്നു അന്ന് അമേരിക്കൻ ഭരണകൂടം അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ആ അവകാശവാദങ്ങൾ പൂർണ്ണമായും ശരിയല്ലെന്ന് പിന്നീടുള്ള സംഭവ വികാസങ്ങൾ തെളിയിച്ചു. ഇറാൻ തങ്ങളുടെ ആണവായുധ നിർമ്മാണ ശ്രമങ്ങൾ വീണ്ടും ഊർജിതമാക്കിയതിനെ തുടർന്ന് ഈ വർഷം അമേരിക്കയ്ക്ക് വീണ്ടും നടപടികൾ എടുക്കേണ്ടി വന്നു. ഇറാന്റെ ആണവ പദ്ധതികളിൽ നിന്ന് അവർ പൂർണ്ണമായും പിന്മാറിയെന്ന് 100% ഉറപ്പാക്കാൻ അമേരിക്കയ്ക്ക് ഇനിയും സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പകരം ആണവ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾക്കായി ഒരു 60 ദിവസത്തെ സാവകാശം നൽകാൻ മാത്രമാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ഇത് ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ നയത്തിന്റെ പരാജയമായാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സമാധാന ഉടമ്പടിയുടെ ഏറ്റവും വലിയതും പെട്ടെന്നുള്ളതുമായ ഫലം കണ്ടത് ആഗോള എണ്ണ വിപണിയിലാണ്. മാസങ്ങളായി അമേരിക്കൻ നാവികസേന ഹോർമൂസ് കടലിടുക്കിൽ ഏർപ്പെടുത്തിയിരുന്ന കപ്പൽ ഉപരോധം ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ അയഞ്ഞു തുടങ്ങി. ഡിജിറ്റലായി ഉടമ്പടി ഒപ്പുവെച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ നാഷണൽ ഇറാനിയൻ ടാങ്കർ കമ്പനിയുടെ 2 കൂറ്റൻ സൂപ്പർ ടാങ്കറുകൾ ഹോർമൂസ് കടലിടുക്ക് വഴി പുറത്തേക്ക് സഞ്ചരിച്ചു. വെരി ലാർജ് ക്രൂഡ് കാരിയർ അഥവാ VLCC വിഭാഗത്തിൽപ്പെടുന്ന ഡിയോണ, ഹീറോ 2 എന്നീ കപ്പലുകളാണിവ. ഏകദേശം 38 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഈ 2 കപ്പലുകളിലുമായി ഉള്ളത്. കഴിഞ്ഞ 2 മാസത്തിനിടെ ആദ്യമായാണ് ഇറാനിൽ നിന്ന് എണ്ണയുമായി കപ്പലുകൾ പുറത്തേക്ക് പോകുന്നത്. അമേരിക്കൻ നാവികസേന ഈ കപ്പലുകളെ തടഞ്ഞില്ല എന്നത് ഉപരോധം അവസാനിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാണിജ്യ പാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സ്വതന്ത്ര സഞ്ചാരം പുനരാരംഭിക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് സമാധാന ഉടമ്പടിയിലെ വ്യവസ്ഥകൾ ഇറാന് വലിയ തോതിൽ അനുകൂലമാണെന്ന് നമുക്ക് കാണാം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള എല്ലാവിധ സൈനിക നടപടികളും ഉടനടി അവസാനിപ്പിക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ലെബനൻ പോലെയുള്ള മറ്റ് സംഘർഷ ബാധിത പ്രദേശങ്ങൾക്കും ബാധകമാണ്. ഇരു രാജ്യങ്ങളും പരസ്പരം പരമാധികാരത്തെയും അതിർത്തികളെയും ബഹുമാനിക്കണമെന്നും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ലെന്നും ഉറപ്പു നൽകുന്നു. നിലവിലുള്ള തർക്ക വിഷയങ്ങൾ പരിഹരിക്കുന്നതിനായി അടുത്ത 60 ദിവസത്തിനകം ഒരു സമവായത്തിൽ എത്തേണ്ടതുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഉപരോധം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ അമേരിക്ക സമ്മതിച്ചിട്ടുണ്ട്. 30 ദിവസത്തിനകം യുദ്ധത്തിന് മുൻപുള്ള ശാന്തമായ അവസ്ഥയിലേക്ക് കപ്പൽ ഗതാഗതം തിരികെ കൊണ്ടുവരും. മാത്രമല്ല, മേഖലയിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കാനും തീരുമാനമായിട്ടുണ്ട്. പകരമായി ഹോർമൂസിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിതത്വവും സ്വതന്ത്രവുമായ സഞ്ചാരവും ഇറാൻ ഉറപ്പാക്കണം. ആദ്യത്തെ 60 ദിവസത്തേക്ക് കപ്പലുകളിൽ നിന്ന് യാതൊരുവിധ ഫീസും ഈടാക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്ന് $30,000 കോടി നിക്ഷേപിക്കണമെന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായ വ്യവസ്ഥ. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം ശക്തമായി നിഷേധിച്ചിട്ടുണ്ട്.
ഇറാനിൽ അമേരിക്ക യാതൊരുവിധ നിക്ഷേപവും നടത്തില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. എന്നിരുന്നാലും ഇറാനെതിരായ എല്ലാ സാമ്പത്തിക ഉപരോധങ്ങളും അമേരിക്ക പിൻവലിക്കുമെന്നും ഇറാന്റെ മരവിപ്പിച്ച വിദേശ ആസ്തികൾ പൂർണ്ണമായും വിട്ടുനൽകുമെന്നും ഉടമ്പടി വ്യക്തമാക്കുന്നുണ്ട്. സമാധാന ഉടമ്പടി ഔദ്യോഗികമായി ഒപ്പുവെക്കുന്നതോടെ ഇറാനിയൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധം പൂർണ്ണമായും ഇല്ലാതാകും. ഇതിനെല്ലാം പകരമായി ഇറാൻ തങ്ങളുടെ ആണവായുധ നിർമ്മാണ പദ്ധതികൾ പൂർണ്ണമായും ഉപേക്ഷിക്കണം, നിലവിലുള്ള യുറേനിയം ശേഖരം നശിപ്പിക്കുകയോ സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് മാറ്റുകയോ വേണം. ഈ പ്രക്രിയകൾ രാജ്യാന്തര ആറ്റോമിക് എനർജി ഏജൻസിയുടെ മേൽനോട്ടത്തിലായിരിക്കും നടക്കുക. അന്തിമ ഉടമ്പടി പ്രാബല്യത്തിൽ വരുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയുടെ ഔദ്യോഗിക പ്രമേയത്തിലൂടെയായിരിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന ഉടമ്പടി യാഥാർത്ഥ്യമായതോടെ ആഗോള എണ്ണ വിപണിയിൽ പെട്ടെന്നുള്ള വിലയിടിവ് പ്രകടമായി. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് 1.45% ഇടിഞ്ഞ് $78.40 അമേരിക്കൻ ക്രൂഡ് ഓയിലായ WTI ക്രൂഡിന്റെ വിലയും 1.54% താഴ്ന്ന് $75.61 നിൽക്കുന്നു. എണ്ണ വിതരണം സുഗമമാകുമെന്ന വാർത്തയാണ് വില കുറയാൻ കാരണമായത്. അതേസമയം അമേരിക്കൻ സാമ്പത്തിക രംഗത്തും നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ പുതിയ ചെയർമാനായി സ്ഥാനമേറ്റ കെവിൻ വാഷ് തന്റെ ആദ്യത്തെ പണനയ നിർണയ യോഗത്തിൽ അടിസ്ഥാന പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തിയിട്ടില്ല. പലിശ നിരക്ക് നിലവിലെ 3.5% മുതൽ 3.75% വരെ എന്ന നിലയിൽ തന്നെ തുടരും. ഭാവിയിൽ പലിശ നിരക്ക് കുറയ്ക്കുമോ എന്ന് വ്യക്തമാക്കുന്ന ഡോട്ട് പ്ലോട്ട് വിവരങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല. അത് വിപണിയിൽ ചെറിയ തോതിലുള്ള ആശങ്കകൾ സൃഷ്ടിച്ചിട്ടുമുണ്ട്. എണ്ണവില താഴോട്ട് പോയെങ്കിലും അമേരിക്കൻ ഡോളർ കരുത്ത് നിലനിർത്തുന്നത് ആഗോള സാമ്പത്തിക രംഗത്ത് ശ്രദ്ധേയമാണ്. ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചില്ലെന്നതും ഈ വർഷം തന്നെ നിരക്ക് കൂട്ടിയേക്കുമെന്നുമുള്ള സൂചനകളും ഡോളറിന് അനുകൂലമായി മാറി. യൂറോ, യെൻ, പൗണ്ട് തുടങ്ങിയ 6 പ്രധാന കറൻസികൾക്കെതിരായ അമേരിക്കൻ ഡോളർ ഇൻഡെക്സ് ഉയർന്ന തലത്തിൽ എത്തി എന്നതും ശ്രദ്ധേയമാണ്. ഇത് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട്. അമേരിക്കൻ ഡോളർ ശക്തമായതോടെ സ്വർണ്ണവിലയിൽ ചെറിയ തോതിലുള്ള ഇടിവും സംഭവിച്ചു. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്കുള്ള ഒഴുക്ക് കുറഞ്ഞതോടെ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $4,316 കുറഞ്ഞു. കേരള വിപണിയിലും വരും ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ നേരിയ കുറവ് അനുഭവപ്പെടാൻ ഇത് കാരണമാകും. ചുരുക്കത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ഡിജിറ്റൽ സമാധാന ഉടമ്പടി പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. സാമ്പത്തിക ഉപരോധങ്ങളിൽ നിന്ന് മോചനം നേടാനും ആഗോള വിപണിയിലേക്ക് തിരികെയെത്താനും ഇറാന് ലഭിച്ച ഏറ്റവും മികച്ച അവസരമാണിത്. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തന്ത്രപരമായ നീക്കമായാണോ അതോ ഗത്യന്തരമില്ലാതെയുള്ള കീഴടങ്ങലാണോ എന്നത് കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു. ആണവ പദ്ധതികൾ ഉപേക്ഷിക്കുമെന്ന ഇറാന്റെ വാഗ്ദാനം എത്രത്തോളം പ്രാവർത്തികമാകും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ഉടമ്പടിയുടെ ഭാവി. എന്തുതന്നെയായാലും ആഗോള ഊർജ്ജ വിപണിക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും നിലവിൽ വലിയൊരു ആശ്വാസമാണ് ഈ സമാധാന ശ്രമങ്ങൾ നൽകിയിരിക്കുന്നത്. ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ജനീവയിൽ നടക്കാൻ പോകുന്ന ഔദ്യോഗിക ഒപ്പുവെക്കൽ ചടങ്ങിലേക്കും അതിനുശേഷം ഇരു രാജ്യങ്ങളും സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകളിലേക്കുമാണ്. പുത്തൻ ഡിജിറ്റൽ നയതന്ത്രത്തിന്റെ ഈ നീക്കം ഒരു നീണ്ട ശാന്തതയിലേക്കാണോ അതോ കൊടുങ്കാറ്റിന് മുൻപുള്ള പ്രശാന്തതയാണോ എന്ന് വരും നാളുകൾ തെളിയിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.